വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ചു. പത്തനംതിട്ടയിലും കൊല്ലത്തും പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത പരിപാടിയിലും കോൺഗ്രസ് പ്രതിഷേധം. വിനയര ചേരുന്നുണ്ട്. വിനയത, സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി റീത്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർന്നും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കുമോ കോൺഗ്രസിന്റെ തീരുമാനം? മന്ത്രിക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലടക്കം തന്നെ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തോടെയായിരുന്നു ഈ പ്രതിഷേധ പരിപാടികൾക്കടക്കം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്രത്യക്ഷമായിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് എത്തുകയും പിന്നീട് അതിക്രമിച്ച് കയറി റീത്ത് വെക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരി, എന്തായാലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി റീത്ത് വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിനിടയിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്തി കിട്ടും. ആ അവസ്ഥയിലേക്ക് വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ട ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ. ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന നടപടിയാണ്. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കുവാൻ മന്ത്രി തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ, എസ് എഫ്